പ്ലാൻ 12 തരത്തിലുള്ള ബെനിഫിറ്റ്സാണ് കമ്പനി തരുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, പേഴ്സണൽ ഡിസ്കൗണ്ട്. പേഴ്സണൽ ഡിസ്കൗണ്ട് വരുന്നത് 5% to 30%. പ്രിഫേർഡ് കസ്റ്റമർ, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ പ്രിഫേർഡ് കസ്റ്റമർ എന്നാണ് പറയുന്നത്. പ്രിഫേർഡ് കസ്റ്റമർക്ക് 5%, ഹോൾസെയിൽ ക്വാളിഫൈഡ് FBO 30% ആണ് പേഴ്സണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പ്രിഫേർഡ് കസ്റ്റമർ ആവാനായിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, സ്പോൺസർ ID ഇത്രയാണ് വേണ്ടത്. ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. ഇവിടെ പ്രിഫേർഡ് കസ്റ്റമറെ സംബന്ധിച്ച് 160+ കൺട്രീസിൽ പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് 30% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഒരിക്കൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്, അവിടെ നിന്ന് ഒരിക്കൽ താഴേക്ക് വരില്ല. പക്ഷേ ഇവിടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവാനായിട്ട് 2 CCയുടെ ടേൺ ഓവറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം, എന്താണ് CC എന്നുള്ളത് പറയണം. CC എന്ന് പറഞ്ഞാൽ കേസ് ക്രെഡിറ്റ്, ഒരു പോയിൻ്റാണ്. കോമൺ കറൻസി എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പനി കറൻസി എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോവേര ജെല്ല്, അത് 1 ലിറ്ററിൻ്റെ CC വരുന്നത് 0.102. അപ്പോൾ 10 അലോവേര ജെൽ വാങ്ങിക്കുമ്പോൾ 1.02 CC. 20 എണ്ണം വാങ്ങിക്കുമ്പോഴോ 2.04 CC. അപ്പോൾ 2 CC ആയി. അത് ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ, ഇത് തന്നെ വേണമെന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് RG+ ആണോ, അല്ലെങ്കിൽ ഫ്രീഡം, ഫോർവർ ഫ്രീഡം, അല്ലെങ്കിൽ പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, അങ്ങനെയുള്ളത്. ഇത് 2 CC എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 39,000 ടേൺ ഓവറാണ് വരുന്നത്. ഇവിടെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇവിടെ സ്റ്റാർട്ട് യുവർ ജേണി പാക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ട് യുവർ ജേണി പാക്ക്, ഇവിടെ 1.5 CCയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഒരു 29,000 നിങ്ങൾക്ക് 2 CCയുടെ ഓളിയം ലഭിക്കും. പക്ഷെ അവിടെ ഒരു കോംബോ പാക്കാണ്, അതിൽ ഫിക്സഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ എല്ലാം ഈ കോംബോ പാക്കിലെല്ലാം ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ്സ് തന്നെയാണ് ഉണ്ടാകുക, അല്ലാതെ മൂവ് ചെയ്യാത്ത പ്രോഡക്റ്റ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും അവിടെ ഫിക്സഡ് ആണത്. ഈ മാസം 2 സ്റ്റാർട്ട് യുവർ ജേണി പാക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി വരുന്നത് പേഴ്സണൽ ബോണസാണ്. പേഴ്സണൽ ഡിസ്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പേഴ്സണൽ ബോണസ് വരുന്നത് രണ്ടാമത്തതാണ്. ഇത് 5% മുതൽ 18% വരെയാണ് ലഭിക്കുന്നത്. അതിൽ 2 CC കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്നാണ് റാങ്ക്. അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ, അദ്ദേഹത്തിന് 5% ലഭിക്കും എക്സ്ട്രാ. 30% ഇവിടെ കിട്ടുന്നത് കൂടാതെ 5% കിട്ടും. 25 CCയുടെ ടേൺ ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ എന്നുള്ള റാങ്കിൽ വരും, അവിടെ 8% ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 25 CC എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയിലല്ല. 2 CC എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ID ചെയ്യേണ്ടതാണ്. 25 CC എന്ന് പറയുന്നത് നമ്മളുടെയും നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുമല്ലോ. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് US ഒരാളെ സ്പോൺസർ ചെയ്യാം, വേറെ ആൾ നിങ്ങൾക്ക് UAE സ്പോൺസർ ചെയ്യാം, വേറെ ആൾ ഇന്ത്യയിൽ സ്പോൺസർ ചെയ്യാം. അങ്ങനെ ഏത് കൺട്രിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇവർക്കും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം ടോട്ടൽ നടക്കുന്ന ബിസിനസ് 25 CC
കംപ്ലീറ്റ് ആകുമ്പോൾ ഈ കംപ്ലീറ്റ് ആവുന്ന പീരീഡ് എന്ന് പറയുന്നത് 2 കൺസിക്യൂട്ടീവ് മന്ത്സ് ആണ്. ഇപ്പം നിങ്ങൾ 2cc 39,000 ആ 2cc എന്ന് പറയുന്നതും 2 months കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 2 monthsോ അതിൽ കുറവ് സമയം കൊണ്ടോ. അത് നിങ്ങൾ ജോയിൻ ചെയ്ത മാസം തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ അടുത്തടുത്ത 2 മാസം ആവണമെന്നില്ല. എനി 2 കൺസിക്യൂട്ടീവ് മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പേഴ്സണൽ ബോണസ് സൂപ്പർവൈസർ ലെവലിൽ നമുക്ക് എക്സ്ട്രാ ഒരു 30% കൂടാതെ 8% കൂടി ലഭിക്കും. 75cc ബിസിനസ് വരുമ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ 13% എക്സ്ട്രാ ലഭിക്കും. 120cc ബിസിനസ് വരുമ്പോൾ മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് വരും 18%. ഏറ്റവും ഹയസ്റ്റ് പേഴ്സണൽ ബോണസ് എന്ന് പറയുന്നത് 18% ആണ്. അപ്പോൾ 30 + 18 48% ആണ് അവിടെ ലഭിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ്. ഇത് 25% ആണ്. അത് നിങ്ങൾ ഡയറക്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ, അത് ഏത് കൺട്രിയിലായിക്കോട്ടെ, അവിടെ അവർ പർച്ചേസ് ചെയ്യുന്ന, അവർ പ്രിഫേർഡ് കസ്റ്റമറായിട്ടാണല്ലോ വരുന്നത്. ആ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ആ ടേൺ ഓവറിൻ്റെ 25% സ്പോൺസറായ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളിതിൽ വന്നു, നിങ്ങൾ കുറച്ചധികം ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പല കൺട്രീസിലായിരിക്കാം. അതിലൂടെ ഒരു 100 പ്രിഫേർഡ് കസ്റ്റമർ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ആവറേജ് ഒരു 5,000 റുപ്പീസിൻ്റെ പർച്ചേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 25% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റായിട്ട് വരും. 100 പ്രിഫേർഡ് കസ്റ്റമർ 5,000 രൂപയുടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര ടേൺ ഓവറായി? 5 ലക്ഷമായി. അതിൻ്റെ 25% എത്രയായിരിക്കും? 1,25,000 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് 100 എന്നുള്ളത് 200 1000 എത്ര ആയാലും കുഴപ്പമില്ല. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർക്കുള്ള പ്രൊഡക്റ്റും സർവീസും കാര്യങ്ങളും ആരാ കൊടുക്കണത്? കമ്പനി കൊടുത്തോളും. നമ്മുടെ റോൾ എന്താണ്? കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നൊരു ബോണസാണ് പ്രിഫേർഡ് കസ്റ്റമർ ബോണസ്. ഇത് 5% to 18%. അത് നമ്മളുടെ പൊസിഷൻ എങ്ങനെയാണ്? നമ്മളിതിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആണെങ്കിൽ 5% കിട്ടും. സൂപ്പർവൈസർ റാങ്കിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 8%. അസിസ്റ്റൻറ്റ് മാനേജർക്ക് 13, മാനേജർക്ക് 18. ഇതാണ് ആ പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ മാനേജറാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 25% പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റും കിട്ടും, പ്ലസ് 18% പ്രിഫേർഡ് കസ്റ്റമർ ബോണസും ലഭിക്കും. അത് എത്രയും പെർസെൻറ്റേജ്? ടോട്ടലി 43% കിട്ടും. ഇപ്പോൾ നിങ്ങൾ USA ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അദ്ദേഹം ഒരു $100 പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനം കിട്ടും? 43%. എത്രയായിരിക്കും? $43 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് എവിടെ എത്ര പേരെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഇൻസെൻറ്റീവ്സ് കിട്ടാനായിട്ട് നമുക്ക് വളരെ, അതായത് നമ്മുടെ ഡയറക്റ്റ് എഫേർട്ടാണ് ഇതെല്ലാം. അതിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറിൽ ഈ 5% കിട്ടാനായിട്ട് B4cc ആക്റ്റീവ് ആയിരിക്കുക. അതേപോലെ തന്നെ പ്രിഫേർഡ് കസ്റ്റമറിൻ്റെ ഈ ഒരു 5% കിട്ടാനും B ആക്റ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റ്സും സൂപ്പർവൈസറോ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറോ അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിലെല്ലാം നമുക്ക് കിട്ടുന്നത് പേഴ്സണൽ ഡിസ്കൗണ്ടും
പേഴ്സണൽ ബോണസും അതേപോലെ തന്നെ പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഇപ്പം നമ്മൾ പേഴ്സണലി ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രിഫേർഡ് കസ്റ്റമേഴ്സിൻ്റെ പ്രോഫിറ്റും കിട്ടും, ബോണസും കിട്ടും. 4CC എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ബിസിനസ് പ്രാക്ടീസാണ്. നമ്മൾ ഏത് മേഖലയിലും നല്ല പ്രാക്ടീസ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതല്ലേ. ഇപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നല്ല ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ആണെങ്കിൽ നല്ല പ്രാക്ടീസുള്ള ഡോക്ടറെ അടുത്തേക്കാണ് പേഷ്യൻസ് ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഫോറവറിൽ 4CC ആക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ബിസിനസ് പ്രാക്ടീസാണ്. അതിന് വേറൊന്നുമില്ല, നമ്മളുടെ പേഴ്സണൽ CC പ്ലസ് പ്രിഫേർ കസ്റ്റമർ CC, ഇത് രണ്ടുമാണ് 4CC എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ CC എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേഴ്സണൽ യൂസിനും പേഴ്സണൽ റീറ്റെയിലിംഗ് നമ്മുടെ അല്ലേ കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കാം. പ്രിഫേർഡ് കസ്റ്റമർ CC എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ സ്പോൺസർ ചെയ്യുക. സ്പോൺസറിങ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമ്മളെപ്പോഴും പുതിയ ആളുകളെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും നമ്മളുടെ ബോണസും ഇൻസെൻറ്റീവ്സും എല്ലാം കൂട്ടുന്നതിനും അച്ചീവ്മെൻറ്റ്സിനും എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയറായി ജോലി സാറിന്? ക്ലിയറായി? 4CC എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല. 4CC എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പേഴ്സണൽ ചെയ്യണമെന്നില്ല. മിനിമം 1CC പേഴ്സണലും പ്രിഫേർഡ് കസ്റ്റമറിൽ 3യും വന്നിരിക്കുക. 1+3 എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് അല്ല ചെയ്യേണ്ടത്. നമ്മൾ 4CC അത് മനസ്സിലാക്കണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. 4CC ആക്റ്റീവ് ആവാന്ന് പറയുന്നത് ഞാൻ കണ്ടിന്യൂസ്ലി 146 മാസം 4CC ആക്റ്റീവായിട്ട് തുടക്കം മുതൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിതിൽ ചെയ്തേക്കുന്ന ശരിക്കും ഫോർവേഡിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ 4CC ആക്റ്റീവ് ആവുകയും ദെൻ നമ്മുടെ ടീമിനെ 4CC ആക്റ്റീവ് ആവാൻ പഠിപ്പിക്കുകയും ചെയ്താൽ മതി. വേറെ വലിയ കഥയൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, അപ്പോൾ എന്താണ് 4CC? 4CC എന്ന് പറയുന്നത് 1CC നിങ്ങൾ പേഴ്സണലി മിനിമം ചെയ്തിരിക്കുക. 1CC പ്ലസ് ദെൻ നിങ്ങൾക്ക് പുതിയ മെമ്പേഴ്സ് ഉണ്ടാവില്ലേ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക്, അവിടെയും അവർ 1CC ചെയ്യണവരുണ്ടാവും. പ്രിഫേർഡ് കസ്റ്റമർ, അതായത് 2CC കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആളുകളെയാണ് നമ്മളെന്താ കമ്പനി പറയുന്നത് പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ളത്. പ്രിഫേർഡ് കസ്റ്റമേഴ്സ് CC ഇങ്ങനെ ആവാം 4CC. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1CC നമ്മൾ ചെയ്യുന്നു, ഒരാൾ 2CC ചെയ്യുന്നു, വേറൊരാൾ 1CC ചെയ്യുന്നു, ഇങ്ങനെ ആവാം. ഇനി അതല്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ 2CC ചെയ്തു, വേറെ പുതിയ ആൾക്കാരില്ലാന്ന് വിചാരിക്കുക, നമ്മൾ 2CC ചെയ്താലും 4CCയിൽ വന്നു. ഇനി അതല്ല, നമ്മൾ പേഴ്സണലി 3CC ചെയ്തു, ഒരാൾ 1/2CC ചെയ്തു, വേറൊരാൾ 1/2CC ചെയ്തു, 0.5CC, അങ്ങനെ ആവാം. ഇനി അതൊന്നും നടന്നില്ല, നമ്മൾ റീറ്റെയിലിങ്ങിൽ നല്ല സ്ട്രോങ് ആണ്, നമ്മൾ തന്നെ 4CC ചെയ്താലും ആവാം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വാങ്ങിച്ച് വയ്ക്കുന്നതാവും, അങ്ങനെ ചെയ്യരുത്. നമ്മൾ 1CCയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയിലും 1CCയുടെ പ്രൊഡക്റ്റിൻ്റെ റീറ്റെയിലിംഗ് നടക്കുകയാണെങ്കിൽ 4 ആഴ്ച കൊണ്ട് 4CC ആവും. പക്ഷേ വരുമാനം നല്ല ഇൻകം ഉണ്ടാവും. 4CCക്ക് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇൻകം ആയിരിക്കും. ഒരു 10-30,000 രൂപ കൂളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരു 30,000 കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇൻകം അല്ലേ. പാർട്ട് ടൈമായിട്ടോ സ്പെയർ ടൈമായിട്ടൊക്കെ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. ഇങ്ങനത്തെ 4CC മെമ്പേഴ്സിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സൂപ്പർവൈസറും അസിസ്റ്റൻറ്റ് മാനേജറും മാനേജർ ലെവലിലേക്ക് എത്താനായിട്ടും കമ്പനിയുടെ എല്ലാ മാർക്കറ്റിംഗ് പ്ലാൻ എല്ലാം അൺലോക്ക് ചെയ്യാനായിട്ട് 4CC ചെയ്യാൻ പഠിച്ചാൽ മതി. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ആ പ്രസൻറ്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, 20+ റെഗുലർ കസ്റ്റമേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെ റെഗുലർ കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യും? പലർക്കും വരുന്ന ബ്ലോക്കാണത്. അവിടെ വേറെ ഒന്നുമില്ല, റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മതി. നമ്മൾ ആളുകളായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് മനസ്സിലാക്കാനും
അവരെ നമുക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് അവർ കസ്റ്റമറാണ്. ഇനി അതല്ല, അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യാം. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരൊന്ന് പരിചയം, മീൻസ് അവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈസിയാണ്. നമ്മൾ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല. ഓരോ ആളുടെയും നീഡ് അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത് എന്താണ്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. ഇനി വരുന്നത് ടീം ബോണസ്. ടീം ബോണസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് 4 നമ്മുടെ ഡയറക്റ്റ് എഫേർട്ടിൽ കിട്ടുന്ന ഇൻകമാണ്. 5ാമത്തത് ടീം ബോണസ് അല്ലെങ്കിൽ വോളിയം ബോണസ് എന്ന് പറയും. ഇത് 3% to 13% വരെയാണ്. സൂപ്പർവൈസർ റാങ്ക് മുതലാണ് ടീം ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂപ്പർവൈസർക്ക് 3%, അസിസ്റ്റൻറ്റ് മാനേജർക്ക് 5% to 8%, മാനേജർ 5%, 10%, 13%. ഇത് ഒരു എക്സാമ്പിൾ കാണിക്കാം. നമ്മളൊരു മാനേജറാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 18%ലാണ് നിൽക്കുന്നത്. അതായത് 30 + 18. നമുക്കൊരു അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ടെങ്കിൽ അദ്ദേഹം 13%ലായിരിക്കും. ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ 8%ലായിരിക്കും. ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ 5%ലായിരിക്കും. ഒരു അസിസ്റ്റൻറ്റ് മാനേജറെ സംബന്ധിച്ച് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അസിസ്റ്റൻറ്റ് മാനേജർ ആയത്. അപ്പോൾ അവിടെ ടോട്ടൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ 18 - 13, 5% മാനേജർക്ക് ടീം ബോണസ് കിട്ടും. എക്സാമ്പിൾ ഒരു 5 lakhs ടേൺ ഓവർ നടക്കുന്നതായിരിക്കുക. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 25,000 ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. വേറെ ഒരു സൂപ്പർവൈസറുടെ ലൈനിൽ നടക്കുന്ന ഒരു എക്സാമ്പിൾ 2 lakhs ടേൺ ഓവർ ആണെങ്കിൽ അവിടെ 18 - 8, 10% കിട്ടും. അതായത് ഒരു 20,000 അവിടെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇനി ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ, അദ്ദേഹത്തിൻ്റെ ടീമിൽ നടക്കുന്നത് ഒരു 1 lakh ടേൺ ഓവർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ 18 - 5, 13%. 13% എന്ന് പറയുമ്പോൾ ഒരു 13,000 രൂപ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇത് ഒരു ലൈനല്ല, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈനുകൾ എത്ര വേണമെങ്കിലും. നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് മാനേജറല്ല, പല അസിസ്റ്റൻറ്റ് മാനേജറും സൂപ്പർവൈസറും അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറും. അപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ച് ഒരു 1 lakh മന്ത്ലി ഏൺ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഞാൻ പറയുന്നത് അത്രയും ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, പക്ഷെ അത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.